ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അഴിച്ചിട്ടേക്കാണ്. ഇപ്പോഴാണ് സത്യാവസ്ഥ നമ്മളിവിടെ പറയുന്നത്. വണ്ടിയുടെ ലീഫ് ഒടിഞ്ഞു പോയി ഒരെണ്ണം ടോപ്പിൽ. അങ്ങനെ അത് മാറ്റിക്കൊണ്ട് പുതിയത് കൊണ്ടുവന്നു. മെയിൻ ലീഫാണ്. അത് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സി ക്ലാമ്പും കംപ്ലൈൻ്റ് ആയത് ലെയ്ത്തി കൊടുത്തേക്കാണ്. പിന്നെ ലെയ്ത്തിലെണ്ണം വന്ന് 3 ബോൾട്ട് ഒടിഞ്ഞിരുന്നത് 4 ഇറക്കി വെൽക്രാങ്ങിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇനി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായി. ലെയ്ത്തി സി ക്ലാമ്പ് കൊണ്ടുപോയിക്കുവാണ്. അത് വരുമ്പോൾ ലേറ്റാവും. എങ്ങനെ പോയാലും 4-5 മണിയാവും. അത് വെയിറ്റിങ്ങിലാണ്. പിന്നെ ചെറുക്കന്മാരൊക്കെ വണ്ടിയെ കൊണ്ടുപോയി ലോഡ് കയറ്റിക്കൊണ്ട് വന്ന് കിടക്കുകയാണ്. നമ്മുടെ ഇലക്ട്രീഷ്യൻ എണ്ണം വരുന്നുണ്ട്. ഒരാളെ തിരക്കി വരികയാണ്. ഗിയറിൻ്റെ കവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. அவன் அங்கதான் நிற்கான். இது பூட்டை கொடுக்கணும். அப்படியா? வண்டி நம்பர் எத்தனை? 63. அப்படியே தான் அந்த சைடு தான் நிற்கிறான் பாருங்க. அவனா എൻ്റെ പേര് സുബ്രഹ്മണ്യനാണ്. പിടിച്ചാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ഹൗസിംഗ് വീല് 2 ടയറും പുതിയതിട്ടിരിക്കുന്നു. ജെറ്റ്വേയുടെ ടയറാണ്. 2 അടിപൊളി ടയറാണ്. അപ്പം ടയറണ്ണൻ ചന്ദ്രണ്ണന് താങ്ക്സ്. കൊള്ളാം, അടിപൊളി ടയർ. നമ്മുടെ സുന്ദരണ്ണൻ പണിയിലാണ്. നമ്മുടെ വെൽക്രാങ്ങിൻ്റെ 4 ബോൾട്ടും പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലീഫെല്ലാം സെറ്റ് ചെയ്ത് കയറ്റണം. ഇപ്പോൾ ദീപ് ഭായിയാണ് ലീഫെല്ലാം സെറ്റ് ചെയ്ത് സീക്ലാം പിടിപ്പിച്ച് നട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ സെറ്റ് പണിക്കാരനാണ്. ഭായിയാണെങ്കിൽ ചെറുക്കൻ ചങ്കാണ്. എന്ത് പണിയുണ്ടെങ്കിലും ചെയ്ത് തരും. ഒരു ഭായിയാണെങ്കിൽ ജാക്കിയിട്ട് പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ലോഡ് കയറ്റാൻ പാസ് മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ലോഡ് കയറ്റിയിട്ട് വേബ്രിഡ്ജ് നോക്കുന്ന സ്ഥലം. ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്ന് നോക്കേണ്ടത്. ഈ കാണുന്ന മെഷീനിലാണ് സ്കാൻ ചെയ്യേണ്ടത് നമ്മൾ കിട്ടുന്ന കാർഡ്. ലോഡ് എടുക്കാൻ അകത്ത് വന്നപ്പോഴത്തേക്ക് താമസിച്ച് പോയി ഗൈസ്. ഇതാണ് ലോഡ് എടുക്കുന്ന സ്ഥലം. ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. പാസ് കിട്ടി. എല്ലാം രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ട് നടക്കുന്ന സംഭവം. ഇവിടെ വന്നിട്ട് നമുക്കൊരു പാസ് തരും. ആ പാസിൽ നമുക്ക് പോകേണ്ട സ്ഥലം കാണും. ആ സിമെൻറ്റിൻ്റെ റേറ്റ് MRP വില കാണും. 420. പോകേണ്ടത് രാമങ്കരിയാണ്, കുട്ടനാട്. നമുക്ക് ഈ ട്രിപ്പ് കുട്ടനാടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ടൈ തരും നമുക്ക്. ലോഡ് കയറി കഴിയുമ്പോൾ ടാർപ്പയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈ തരുന്നത്. ടാർപ്പ കെട്ടി കയറ് കെട്ടി അത് നമ്മളവിടെ ചെല്ലുന്നവരെ വേറെ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളതിന് അവർക്ക് തെളിവായിട്ടാണ് ഈ ടൈ കെട്ടിത്തരുന്നത് കയറിൽ. അപ്പോൾ ഇതിനൊരു കോഡുണ്ട്. അവിടെ ചെന്നിട്ട് ഈ ടൈ പൊട്ടി ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ലോഡാവാൻ ഒരു സ്കാനർ പോലൊരു സംഭവമുണ്ട്. ആ സ്കാനറിൽ ഇതിൻ്റെ അടിഭാഗം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി കാലിക്കും വേബ്രിഡ്ജ് തൂക്കണം, ലോഡും പുറത്തും വേബ്രിഡ്ജ് തൂക്കണം. കാണിച്ച വീഡിയോ ലോഡും പുറത്ത് തൂക്കുന്ന വേബ്രിഡ്ജാണ്. കാലിക്ക് തൂക്കുന്നത് വേറൊരു ഗേറ്റുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് കാലിക്ക് നമ്മൾ വേബ്രിഡ്ജ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് 40 മിനിറ്റ് താണ്ട് ഈ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നത് പോലെ 40 മിനിറ്റ് നിർത്തിയിടണം ലോഡ് കയറ്റിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അവിടെ കൊണ്ടുപോയി വേബ്രിഡ്ജ് കയറ്റിയിട്ടിട്ട് വെയിറ്റ് നോക്കി വെളിയിറങ്ങി ടാർപ്പ് കെട്ടി നമുക്ക് ബില്ല് മേടിച്ച് അഡ്വാൻസ് മേടിച്ച് പോവാം. അങ്ങനെ മക്കളെ, നമ്മുടെ ചെറുക്കൻ എന്താണ്ട് ഇവിടെ ലോഡും കയറ്റി ലോഡ് തന്നെ കിടക്കുകയാണ്. ലോഡ് കണ്ടല്ലോ, ശങ്കറാണ്. അങ്ങനെ ഏതോ ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയാണ്. ഇതാണ് അനുജ് ബീഡി കമ്പനിയാണെന്ന് തോന്നുന്നു, അറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയാണ്. റോഡൊക്കെ അടിപൊളിയാണ്. ചെറിയ ചെറിയ കുഴികളുണ്ടെങ്കിലും കുഴപ്പമില്ല. മാനേജ് ചെയ്താൽ പോകും നമ്മുടെ ചെറുക്കൻ. ഒന്നുമില്ല. അങ്ങനെ രാത്രിയാണ്. വണ്ടിപ്പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എടുത്തതാണ്. റോഡെടുത്ത് ഇറങ്ങിയപ്പം വേറൊരു പണി കിട്ടി. ലിഫ്റ്റിൽ പോകുന്നില്ല. റിവേഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. വീൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഇതൊന്നും വിഷയമില്ല. ഹൗസിങ് ടയർ പൊളിയാണ്. 4 ടയർ അപ്പുറത്തും ഇപ്പുറത്തും അടിപൊളിയാണ്. ഡെമ്മി ടയറേ ഉള്ളൂ ഇച്ചിരി പ്രശ്നം. കെട്ടൊക്കെ എണ്ണന്മാരുടെ കെട്ട്
അടിപൊളി കെട്ടായതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. അമ്മമാർക്ക് പൈസ കൊടുത്ത അണ്ണന്മാർ ഭയങ്കര സ്നേഹമാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ ലൂസായിട്ടൊക്കെ കെട്ടും, പിന്നെ വഴിയിലൊക്കെ കിടക്കേണ്ടി വരും. ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ്. എഡി കമ്പനി കൊള്ളാം. അങ്ങനെ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി എടുക്കുക, പോവുക. രാമങ്കിരി കുട്ടനാടാണ്. രാവിലെ അവിടെ ചെല്ലണം. ചെന്നാൽ ലോഡ് ഇറക്കും. രാമങ്കിരി ഗോഡൗൺ എന്ന് പറയുമ്പം 2 ഗോഡൗൺ ഉണ്ട്. ഒരു ഹരിശ്രീ എന്നാണ് അവരുടെ കടയുടെ പേര്. ആ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ഇറക്കി വിടും. അവർക്ക് അച്ഛനും മോനും 2 ഗോഡൗണാണ്. മോൻ്റെ അടുത്ത് നിന്നാൽ പെട്ടെന്ന് വരാം, അച്ഛൻ്റെ അടുത്ത് നിന്നാൽ കുറച്ച് താമസിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഓടിപ്പോയാൽ ആളെ ഇറക്കി വിടും. ബൈ ബൈ. Tidak ada